അപ്പോൾ എബൌട്ട് അവർ സിലബസ് അതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ സിലബസിനെ പറ്റി നമുക്ക് പറയാം. അപ്പോൾ നിങ്ങളുടെ സിലബസിൻ്റെ കോഴ്സ് കോഡും കാര്യങ്ങളൊക്കെ ഇത് അറിയാമായിരിക്കും, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എത്ര മാർക്കാണ്, 2 മണിക്കൂർ 30 മിനിറ്റാണ് എക്സാം, 60 മാർക്കാണ്, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ കോഴ്സിൻ്റെ ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളും അതൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല. എന്താണ് ഉദ്ദേശം എന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. AI വളരെ അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ റെലവൻ്റ് ആയതുകൊണ്ട് തന്നെ സിലബസിൽ എന്തോ ചെയ്യുന്നു, ഇൻക്ലൂഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 1 എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ടു AI ആൻഡ് മെഷീൻ ലേണിംഗ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിനകത്ത് ബേസിക്സ് ഓഫ് മെഷീൻ ലേണിംഗിൻ്റെ ബേസിക്സ്, മെഷീൻ ലേണിംഗിൻ്റെ ടൈപ്സ്, പിന്നെ സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം മെഷീൻ ലേണിംഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇൻട്രൊഡക്ഷൻ ടു AI ആൻഡ് മെഷീൻ ലേണിംഗ് എന്നല്ലേ അതിൻ്റെ അകത്ത്. അപ്പം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെഷീൻ ലേണിംഗിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ ബേസിക്സ് ഒക്കെ ഇതിനകത്ത് എന്തോ ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പം ഇതിനകത്ത് വരുന്നതാണ് റിഗ്രഷൻ മോഡൽസ്, ക്ലാസിഫിക്കേഷൻ മോഡൽസ്, ക്ലസ്റ്ററിങ്, ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്. ഇത് AI ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു AI പരാഡികമാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് ഈ പറഞ്ഞേക്കുന്നത്. പെർസെപ്ട്രോൺ, ന്യൂറൽ നെറ്റ്വർക്ക്, ഡെമോൺസ്ട്രേഷൻ ഓഫ് റിഗ്രഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലംസ്, MLP, ഇതൊക്കെ എന്തോ ഇതിനകത്ത് വരുന്നതാണ്. അപ്പം ബാക്കി സബ്ജക്റ്റുകളെ പോലെ തന്നെ ഓരോ കൺസെപ്റ്റുകളും പഠിക്കും. അടുത്ത മൊഡ്യൂളുകളിൽ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റത്തിനകത്ത് ബേസിക്സ്, പിന്നെ അടുത്ത ന്യൂറൽ നെറ്റ്വർക്കുകളെ പറ്റിയാണ് പിന്നെ അടുത്ത സെഷൻ. അപ്പോൾ ഇങ്ങനെയാണ് ഫസ്റ്റ് മൊഡ്യൂൾ വെച്ചേക്കുന്നത്. ഓക്കെ, സെക്കൻഡ് മൊഡ്യൂളിൽ മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻസ് ഓഫ് AI ആൻഡ് ഡേറ്റ സയൻസ്. AI ഡേറ്റ സയൻസും മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ ചെയ്യുമ്പോൾ എങ്ങനെ വരും എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് മാത്തമാറ്റിക്കൽ കൺസെപ്റ്റാണ്. ലീനിയർ ആൾജിബ്ര, ഡേറ്റ റെപ്രസെൻറ്റേഷൻ ആൻഡ് അനാലിസിസ്, പിന്നെ മെട്രിക്സ് ഡീകമ്പോസിഷൻ, പിന്നെ സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷൻ, സ്പെക്ട്രൽ ഡീകമ്പോസിഷൻ. ഇതൊക്കെ പേര് പറയുന്നേ ഉള്ളൂ. പിന്നെ ക്ലാസ്സസ് എടുക്കുമ്പോൾ എന്തോ ചെയ്യും, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ മാത്തമാറ്റിക്കൽ കൺസെപ്റ്റാണ് അതിനകത്ത് എന്തോ ചെയ്യുന്നത്, കൂടുതലും വരുന്നത്. അപ്പോൾ ഓക്കെ, ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ ഒക്കെ പലരും കേട്ടിട്ടുള്ളതായിരിക്കും. അതൊക്കെ ഇവിടെ എന്തോ ചെയ്യുന്നുണ്ട്, കോമ്പോണന്റ് അനാലിസിസ് റിഡക്ഷൻ, അതൊക്കെ ഇവിടെ ആവശ്യമുണ്ട് സെക്കൻഡ് മൊഡ്യൂളിൽ. തേർഡ് മൊഡ്യൂളിൽ അപ്ലൈഡ് പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ AI ആൻഡ് ഡേറ്റ സയൻസ്. പ്രോബബിലിറ്റിക്കും സ്റ്റാറ്റിസ്റ്റിക്സിനും AIയിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിനെപ്പറ്റിയാണ് ഈ പറയുന്നത്. അപ്പോൾ അതിനകത്ത് പറയുന്നത് പ്രോബബിലിറ്റിയുടെ റാൻഡം വേരിയബിൾസിൻ്റെ കാര്യം, സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ്, ഇതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് കൺസെപ്റ്റാണ്. പിന്നെ റൂൾസ് ഇൻ പ്രോബബിലിറ്റി, ബയേഴ്സ് തിയറം കേട്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ആപ്ലിക്കേഷൻസ് അതൊക്കെ ഇവിടെ വേണം. മാത്സിൽ പഠിച്ചിട്ടുള്ളതായിരിക്കും ബയേഴ്സ് തിയറം, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, ഇതൊക്കെ നമ്മൾ പ്രോബബിലിറ്റിയിലുള്ള അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ എസ്റ്റിമേഷൻ, മാക്സിമം, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ കൊറിലേഷൻ അനാലിസിസ് കേട്ടിട്ടുണ്ടായിരിക്കും, ലീനിയർ കൊറിലേഷൻ, അതിൻ്റെ ടൈപ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ വരും. ഇതെല്ലാം ഇതിനകത്ത് വരുന്ന ടോപ്പിക്. അപ്പോൾ ഇതിനകത്ത് ഈ MLE പറ്റിയുള്ളതാണ് കൂടുതൽ. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ സമ്മറീസിനാണ് കൊറിലേഷൻ വരുന്നത്, ലീനിയർ കൊറിലേഷൻ, പിന്നെ ലീനിയർ റിഗ്രഷൻ മെത്തേഡ്, ഇതൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് എന്ത് ചെയ്യും, ഈ തേർഡ് മൊഡ്യൂളിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫോർത്ത് മൊഡ്യൂളിൽ ബേസിക്സ് ഓഫ് ഡേറ്റാ സയൻസ്, കംപ്ലീറ്റ്ലി ഡേറ്റാ സയൻസിൻ്റെ കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡേറ്റ സയൻസിൻ്റെ പ്രോസസ്സ്, ആപ്ലിക്കേഷൻസ്, പിന്നെ മെഷീൻ ലേണിംഗ്, ഡേറ്റ സയൻസിന് മെഷീൻ ലേണിംഗിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയുണ്ട് അത് കാര്യങ്ങൾ. പിന്നെ ഡെമോൺസ്ട്രേഷൻ ഓഫ് ML ആപ്ലിക്കേഷൻസ്. ML ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ മെഷീൻ ലേണിംഗ് ആപ്ലിക്കേഷൻസ്, അത് ഡെമോൺസ്ട്രേഷനൊക്കെ ഇതിനകത്തുണ്ട്. മെഷീൻ ലേണിംഗ് ആപ്ലിക്കേഷൻസ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാമെന്നൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പവർ BI, ടബേലു, ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ വിഷ്വലൈസേഷൻ സോഫ്റ്റ്വെയർസ്. അപ്പോൾ ഡേറ്റ വിഷ്വലൈസേഷനെ പറ്റി ഇവിടെ പഠിക്കുന്നുണ്ട്. ആ ടൂളേഴ്സ് ആണ് ടബേലു ഉണ്ട്, പവർ BI ഉണ്ട്. പിന്നെ R എന്ന് പറയുന്ന ഒരു പോപ്പുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. ഓക്കെ, R അല്ലെങ്കിൽ പൈത്തൺ, ഇത് നമ്മൾ കോമൺ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. R പൈത്തണും ഒക്കെ ഈ ലാംഗ്വേജസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഡേറ്റ വിഷ്വലൈസേഷൻ ഒക്കെ എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യുന്നത്. ഡേറ്റ അനാലിസിസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് R ടബേലു. ഓക്കെ, പിന്നെ മെഷീൻ ലേണിംഗിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, പൈത്തൺ, മാത്ത് ലാബ് കണ്ടോ, ഇതും നമ്മൾ ഈ പറയുന്ന പോലെ ഡേറ്റ അനാലിസിസിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് മാത്ത് ലാബ്. ഓക്കെ, അപ്പോൾ അതൊക്കെ അതിനെപ്പറ്റിയൊക്കെ ഇവിടെ എന്തോ ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. കുറേ ടൂൾസുകളാണ്, ഇതെല്ലാം മെഷീൻ ലേണിംഗ് ടൂൾസുകളാണ്. അപ്പോൾ അതിനെപ്പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 4 മൊഡ്യൂളിൽ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടി കാണും ഡേറ്റാ സയൻസിൻ്റെയും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ബേസിക് ഐഡിയ, അതിൻ്റെ ടൈപ്സ്, ക്ലാസിഫിക്കേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തോ ചെയ്യുന്നുണ്ട്, ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വളരെ ഡീപ്പായിട്ട് തന്നെ ഉണ്ട്. ഇത് നമ്മൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എന്തോ ചെയ്യും, ഡേറ്റ ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ AI അതുപോലെ തന്നെ ഡേറ്റാ സയൻസുമായിട്ട് ബന്ധപ്പെട്ട അത്യാവശ്യം നോളജൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും കിട്ടും. പക്ഷേ ഇതൊരു അത്യാവശ്യം എന്ന് പറയാൻ കാര്യം ഇതല്ലല്ലോ, വളരെ ഡീപ്പായിട്ട് കിടക്കുന്ന ഒരു സബ്ജക്റ്റിൻ്റെ ബേസിക് കാര്യങ്ങൾ മുഴുവൻ എന്ത് ചെയ്യാൻ പറ്റും, ഇത് സിലബസ് കവർ ആകുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, ഇത് നമ്മുടെ വാലുവേഷൻ്റെ കാര്യങ്ങളാണ്. വാല്യൂ അറ്റൻഡൻസിന് 5 മാർക്ക്, അസൈൻമെൻറ്റിന് 15 മാർക്ക്, ഇൻറ്റേർണൽ എക്സാമിനേഷൻ 10 മാർക്കാണ്, രണ്ടാമത്തേന് 10, അങ്ങനെ ടോട്ടൽ 40 മാർക്ക്. പിന്നെ പാർട്ട് എയിൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കാര്യമാണ്. പാർട്ട് എയിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ട് ഈച്ച് മൊഡ്യൂളിൽ നിന്ന്. ഇപ്പോൾ ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻ കാണും, 8 ക്വസ്റ്റ്യൻ കാണും. അപ്പോൾ ടോട്ടൽ 8 × 3 24 മാർക്കായിരിക്കും. പാർട്ട് ബിയിൽ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 9 മാർക്കായിരിക്കും. അങ്ങനെ മൊത്തം 4 ക്വസ്റ്റ്യൻ, അപ്പം 36 മാർക്ക്.
അപ്പോൾ 2 ക്വസ്റ്റ്യൻ ഈച്ച് മൊഡ്യൂളിൽ നിന്നുണ്ടായിരിക്കും. ഔട്ട് ഓഫ് വിച്ച് വൺ ക്വസ്റ്റ്യൻ ഷുഡ് ബി ആൻസർഡ്. രണ്ടിലേതെങ്കിലും ഒരെണ്ണം എന്തോ ചെയ്തിരിക്കണം, ആൻസർ ചെയ്തിരിക്കണം. ഒരെണ്ണത്തിന് 9 മാർക്ക്. അതുപോലെ തന്നെ ഇതിനെന്തോ കാണും, സബ് ഡിവിഷൻസ് കാണും. ഓരോ ക്വസ്റ്റിനും എന്തോ കാണും, 3 സബ് ഡിവിഷൻസും കാണും. അപ്പോൾ അങ്ങനെയാണ് ടോട്ടൽ എന്താ 36. അപ്പോൾ 36ഉം 24ഉം ടോട്ടൽ എന്തോ ആവും 60 മാർക്ക് ആയിരിക്കും ഇതിന് വരുന്നത്. ഓക്കെ, ബാക്കി സബ്ജക്റ്റുകളെ പോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ ഡിവിഷനും കാര്യങ്ങളാണ്, പാർട്ട് എ പാർട്ട് ബി എന്നുള്ള ഡിവിഷനും കാര്യങ്ങളാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഓൾറെഡി ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ. AI ആൻഡ് ഡേറ്റാ സയൻസ് എന്ന് പറയുന്ന കോഴ്സിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനകത്ത് കോഴ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ, എന്താണ് ഈ സബ്ജക്റ്റ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്തോ ചെയ്തിട്ടുണ്ട്, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം വളരെ ഇൻട്രസ്റ്റോട് തന്നെ ഇത് പഠിക്കുക. ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു കോഴ്സ് തന്നെയാണ് AI ആൻഡ് ഡേറ്റാ സയൻസ്.